സെബാസ്റ്റ്യൻ കുളത്തങ്കൽ MLA ഈ റോഡിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ. കാരണം പുള്ളി PR വർക്കുകളിലൂടെയാണ് നിലവിൽ ഇവിടെ നിൽക്കുന്നത്. 8 ബസ് ഇല്ല സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പം ഒരാൾക്ക് നടന്നു പോലും പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ജീപ്പ് 4 വീലിട്ട് കയറി വരുന്നത്, എന്നിട്ട് പോലും ബുദ്ധിമുട്ടാണ് കയറി വരാൻ. ഇവിടുത്തെ വളരെ വേഷം മേടിച്ച് പോലും നടന്ന് പോലും പോകാൻ വയ്യാത്ത റോഡിലൂടെ ഇത്രയും കൊല്ലം കടന്നുപോയി എന്ന് പറഞ്ഞാൽ ഇവരെ സമ്മതിക്കണം. ഈ ഭരണസമിതി 5 വർഷമായിട്ട് ഈ റോഡ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതേ അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. പൂഞ്ഞാറിൽ നിന്ന് ഏന്ത്യാറിന് വരാൻ വെറും 12-17 കിലോമീറ്റർ ഉള്ളൂ. ആ സ്ഥാനത്ത് ഏന്ത്യാറിൽ വരണമെങ്കിൽ പറത്താനും മുണ്ടക്കയം ചുറ്റി വരണമെങ്കിൽ 28-30 കിലോമീറ്ററാണ്. അത് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമായ റോഡ് ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞിട്ട് ആരും ഇത് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ്. ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് താമസം മാറി പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ പൂഞ്ഞാർ കോളേജിൽ പോകാൻ പറ്റുന്ന പിള്ളേർ, ആമ്പിള്ളേരും പെമ്പിള്ളേരായാലും ഇവിടെ വന്ന് വീണ് കാല് ഒടിഞ്ഞ് പലരെയും പോയിട്ടുണ്ട്. ഒരു സർക്കാരിനും യാതൊരു ചിന്തയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നമസ്കാരം. ഓഫ് റോഡ് യാത്രയ്ക്കായി ഇറങ്ങിയതല്ല, കഴിഞ്ഞ 4 വർഷമായി ഒരു നാട് അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ നേർക്കാഴ്ച പ്രേക്ഷകരെ കാണിക്കുന്നതിനായി വന്നതാണ്. 2021 കൂട്ടിക്കൽ ഗ്രാമത്തിൽ പ്രളയമുണ്ടായത്. വിവിധയിടങ്ങളിലായി നടന്ന ഉരുൾപൊട്ടലിൽ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമാവുകയും വീടും സ്ഥലവുമൊക്കെ നഷ്ടമാവുകയും ചെയ്ത വലിയൊരു ദുരന്തമായിരുന്നു കൂട്ടിക്കൽ പഞ്ചായത്തിലും കൊക്കയാർ പഞ്ചായത്തിലുമൊക്കെ ഉണ്ടായത്. അന്ന് തകർന്ന ഒരു റോഡിൻ്റെ അവസ്ഥയാണിത്. പൂഞ്ഞാറിൽ നിന്നും കൈപ്പള്ളി വഴി ഏന്തയാറിലേക്ക് വരുന്ന 18 കിലോമീറ്റർ റോഡിൻ്റെ ഭാഗം, അതിൽ 6 കിലോമീറ്റർ ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. വാഹനങ്ങൾ പോലും കടന്നു വരാൻ കഴിയാത്ത ശോചനീയമായ അവസ്ഥ. ഈ മേഖലയിൽ ഏതാണ്ട് 4ഓളം KSRTC ബസ്സുകൾ 8 ട്രിപ്പുകൾ നടത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ആ ട്രിപ്പ് മുടങ്ങി നാട്ടുകാരുടെ സഞ്ചാരം ഇല്ലാതെയായി. ആശുപത്രികളിലേക്ക് പോകുന്നതിനോ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് പോലും വാഹന സൗകര്യമില്ലാത്ത ദുരിതാവസ്ഥ. പലരും ഇവിടെ നിന്നും സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തതിനെ തുടർന്ന് പലരും ഈ സ്ഥലത്തു നിന്നും വീട് ഒഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദുരിതത്തിലായ ഒരുപറ്റം നാട്ടുകാരുടെ അവസ്ഥ അധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ നാട്ടിലെ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, നിങ്ങളുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കാം. ഒരു രക്ഷയില്ല. ഇതിലൊരു ജീപ്പ് 4 വീലിട്ട് പോലും കയറി വരാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒരു തരത്തിലാണ് ഇപ്പോൾ താഴെ കയറുന്നത്. ഒരാൾക്ക് നടന്നു പോലും വരത്തില്ല, അതുപോലെ ബുദ്ധിമുട്ടാണ്. ഇപ്പം എത്ര നല്ല ക്ലിയർ ആയിട്ട് PC ജോർജ് ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി അതുപോലെ കാത്തു സൂക്ഷിച്ച ഒരു റോഡാണ്. കാരണം 8 ബസ് ഇല്ല സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പം ഒരാൾക്ക് നടന്നു പോലും പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ജീപ്പ് 4 വീലിട്ട് കയറി വരുന്നത്, എന്നിട്ട് പോലും ബുദ്ധിമുട്ടാണ് കയറി വരാൻ. അത്ര മോശമായിട്ട് കിടക്കുക. ഇപ്പൊ ഇതിനു മുന്നേ ഒരു ജനപ്രതിനിധി എന്നെ എടുക്കുമായിരുന്നു. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ നാടിന് വേണ്ടി? അതായത് ഞാൻ എളങ്കാടുകാരനാ. അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. അതായത് പ്രളയത്തിൽ പോയിട്ട് 4 വർഷം അവിടെ ജനങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിച്ചു. 4 വർഷം ജനങ്ങളെ അതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഇപ്പം ഇലക്ഷൻ വന്നപ്പോഴത്തേന് ഉദ്ഘാടനം പരിപാടിയൊക്കെ നടത്തി ഇങ്ങനെ വെച്ചേക്കുക. അതായത് ഈ ഞർക്കാട് കൈപ്പള്ളി മേഖലയിലുള്ള കുട്ടികൾ സ്കൂളിൽ പോകാതെ വളരെ ഓട്ടോ വിളിച്ചും ഒക്കെ പോകേണ്ടി വന്ന് കഷ്ടപ്പെട്ടത് 3-4-5 കൊല്ലമാണ്. ഒരു സർക്കാരിനും യാതൊരു ചിന്തയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടുത്തെ കുട്ടികളുടെ കാര്യമോ മുതിർന്നവരുടെ കാര്യമോ ആശുപത്രിയിൽ പോകേണ്ടവരുടെ കാര്യമോ ഇവിടുത്തെ വളരെ വേഷം മേടിച്ച് പോലും നടന്ന് പോലും പോകാൻ വയ്യാത്ത റോഡിലൂടെ ഇത്രയും കൊല്ലം കടന്നുപോയി എന്ന് പറഞ്ഞാൽ ഇവരെ സമ്മതിക്കണം. പണ്ട് ബസ് ഓടിക്കൊണ്ടിരുന്ന റോഡല്ലേ, ഇത്രയും ഗതികേടിൽ ഈ നാടിനെ ആക്കി എന്നുള്ളതാണ് സത്യം. ഇതൊന്നും മാത്രമല്ല, മറ്റുള്ള റോഡുകളും മോശമാണ്. ഇപ്പോൾ വാഗമണ്ണിൽ തന്നെ റോഡ് പണി നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ റിസോർട്ടിന് മുമ്പിലാണ് എല്ലാവരുടെയും പണി, ബാക്കി ഭാഗത്തെങ്കിലും പണിയത്തില്ല. റോഡ് ഏറ്റവും മോശം മറ്റുള്ള ആ തോട് കടഞ്ഞു കയറുന്ന ഭാഗങ്ങളൊക്കെയാണ്. പക്ഷെ അവിടെയൊന്നും പണിയുന്നില്ല. പണി റിസോർട്ടിന് മുമ്പിലാണ് എല്ലാവരും വന്നാലും.
കോടികളുടെ. അതാണ് അതിൻ്റെ കാര്യം. ഞാനിവിടുത്തെ അംഗനവാടി ടീച്ചറാണ്. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ. പക്ഷേ ഇവിടെ ടൂ വീലർ പോയിട്ട് ഒരു വണ്ടിക്ക് ഇവിടെ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ജീപ്പ്, കാർ ഒന്നും താഴോട്ടുള്ള റോഡൊക്കെ വളരെ മോശമാണ്. പിന്നെ ഇവിടെ ബസ് വന്നുകൊണ്ടിരുന്നത്, ബസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്തോരം സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ബസ് വരാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് റോഡൊക്കെ നന്നാക്കി ബസ് സർവീസൊക്കെ ഒന്ന് ഉണ്ടാകണമെന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ്. കുട്ടികളൊക്കെ വരുന്നുണ്ടോ? കുട്ടികളൊക്കെ വരാനൊക്കെ വളരെ നടക്കാൻ പോലും കൂടെ വരാത്തൊരവസ്ഥയാണ് ഈ പ്രദേശത്തിൻ്റെ ഒരിത്. കല്ലുകൾ കാരണം നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു ബസ് സർവീസ് വളരെ അത്യാവശ്യമാണ്. MLA വളരെ 2-3 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ടൊക്കെ ഒന്നും ഒരു തീരുമാനമായിട്ടില്ല. ഏറ്റവും പഴക്കമേറിയ റോഡാണ് പൂഞ്ഞാർ കൈപ്പള്ളി ഏന്ത്യാർ റോഡ്. അതായത് പൂഞ്ഞാറിൽ നിന്ന് ഏന്ത്യാറിന് വരാൻ വെറും 12-17 കിലോമീറ്ററേ ഉള്ളൂ. ആ സ്ഥാനത്ത് ഏന്ത്യാറിൽ വരണമെങ്കിൽ പറത്താനം മുണ്ടക്കയം ചുറ്റി വരണമെങ്കിൽ 28-30 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ അത്രയും ദൈർഘ്യം കുറഞ്ഞ വഴിയാണിത്. ഇത് നിലവിൽ 12 ട്രിപ്പുകൾ ഈരാറ്റുപേട്ട ഏന്ത്യാർ മേഖലയിൽ 6 വർഷം മുമ്പ് സർവീസ് നടത്തിയതാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ നടന്നു പോകാൻ പറ്റിയില്ലാത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ അപകടങ്ങൾ ഇവിടെ വീണിട്ടുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കഴിഞ്ഞ 5 വർഷം മുമ്പ് ജയിച്ചു വന്ന ഇതിന് മുമ്പിലത്തെ MLA സെബാസ്റ്റ്യൻ കുളത്തങ്കൽ MLA ഈ റോഡിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ. കാരണം പുള്ളി PR വർക്കുകളിലൂടെയാണ് നിലവിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം ഇവിടെ 5000 കോടിയുടെ വികസനം നടത്തിയെന്ന് പറയുന്ന സെബാസ്റ്റ്യൻ കുളത്തങ്കൽ ഇവിടെ 2 കോടി രൂപയെ ഇവിടെ ഈ റോഡിന് മുടക്കിയിരുന്നെങ്കിൽ അയാൾക്ക് ഈ മേഖലയിൽ നിന്ന് 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മേഖലയിൽ, അതായത് ഈ പൂഞ്ഞാറ് തൊട്ടുള്ള നിന്ന് കിട്ടിയാണ്. ഇപ്പോൾ നിലവിൽ ഈ നാട്ടിലുള്ള ജനങ്ങൾ പൊതുവേ കാണുന്നത് ഈ വോട്ട് ബഹിഷ്കരിച്ച എന്നാൽ പോലും ചിന്തിക്കുകയാണ്. കാരണം ഏത് ജനപ്രതിനിധിയെ വിട്ടാലും ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് എന്ന് ഈ ദുരിതം മാത്രം നിസ്സാരമായ അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുപോലെ ഇവിടെ ഏറ്റവും ടൂറിസം മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഏറ്റവും പ്രശസ്തിയോടെ വന്ന സ്ഥലമാണ്. ഈ വേറെ അകലേക്കൊന്നും ആളുകൾ പോകാൻ പറ്റില്ല, മുതുവല. ഇവിടെ ഏറ്റവും വളരെയധികം ഈ നാട്ടിലെ ജനങ്ങൾക്കും വളരെ സഞ്ചാരയോഗ്യമായ ഒരു വഴിയൊക്കെ ഉണ്ട്. വഴി വളരെ മുതുവരമല. അപ്പോൾ ആ മുതുവരമലയിലേക്കുള്ള ടൂറിസത്തിൻ്റെ ഏറ്റവും കൂടുതൽ വരാൻ ഇവിടെ ആളുകൾ ഈ ഗൂഗിൾ മാപ്പ് ചെറുപ്പക്കാരും ആൾക്കാരൊക്കെ മറ്റ് മല ജില്ലകളിൽ, വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നത് ഈ എല്ലാവരും ഗൂഗിൾ നോക്കിയാണ് വരുന്നത്. ഗൂഗിൾ നോക്കി കാണുമ്പോൾ വാഗമണ്ണ് പോകുന്ന ആളുകൾ ഇതിലേ വന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ പെട്ടുപോവുകയാണ്. കാരണം ഇതിൽ ഏന്ത്യാറിന് പോകുന്നത് ഇവിടെ പാരാഗ്ലൈഡിങ് നടക്കുന്ന വാഗമണ്ണ് മലനിരകളിൽ നിന്ന് റൈഡിങ് ഇറങ്ങുന്നത് ഏന്ത്യാർ ഗ്രൗണ്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഗ്ലൈഡിങ് വളരെ മനോഹരമായിട്ട് കാണാം. അതാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള സാധ്യത ടൂറിസമായിട്ട് വളരെ വികസിക്കാൻ പോകുന്ന ഇതാണ്. പക്ഷേ അതിന് പ്രധാനമായിട്ട് ഒരു ടൂറിസം മേഖല വളർച്ചയ്ക്ക് നാടിൻ്റെ വികസനത്തിനും വേണ്ടി വരണമെങ്കിൽ വഴി വേണം. ആ വഴിയില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പം ഈ നാട്ടിൽ. ആളുകൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. ഞങ്ങളിവിടെ 50 വർഷമായിട്ട് താമസമാണ്. ഇതിപ്പോൾ ഒരു 10 വർഷത്തോളമായി ഇപ്പോൾ ഇവിടെ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. 2021 അതെ, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇപ്പോൾ മൊത്തം പൊളിഞ്ഞു. മൊത്തം ഇവിടെ ഒരു വണ്ടിയോ, ഞങ്ങൾക്കാണ് ഒരു ഓട്ടോയോ ഉള്ളത്. ആ ഓട്ടോയ്ക്ക് എന്നും പണിയാണ്. പിന്നെ റോഡ് എനിക്ക് പശുവുള്ള, പശുവിനെ തീറ്റാൻ ഇറങ്ങിയത് റോഡിൽ നടന്നപ്പം കൈ ഒടിഞ്ഞതാണ് ഇങ്ങനെ ഇരിക്കുന്നത്, വളഞ്ഞിരിക്കുന്നത് റോഡിൽ റോഡിൽ വീണത്. ഇത് ഞങ്ങൾക്കൊന്ന് നന്നായി കിട്ടിയായിരുന്നെങ്കിൽ ബസ് സർവീസ് ഉള്ള റോഡായിരുന്നു. അത്രയ്ക്ക് ദുരിതം. ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് താമസം മാറി പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ആരോട് പറയാനാ? ഞങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. ആ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം 4 വർഷം മുമ്പ് വന്ന് ചെയ്തതാണ്. കൈപ്പള്ളി SNDP അവിടെ യോഗം വിളിച്ചിട്ട് എല്ലാവരും കൂടെ വന്ന് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇന്നേ വരെ അത് പിന്നെ പുള്ളിയോട് വിളിക്കാൻ പറയും ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്നല്ലാതെ ഇന്നേ വരെ ഒരു ഇതില്ല. വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എത്ര പേര് ഇവിടെ വന്ന് വണ്ടിക്ക് വീണിട്ടുണ്ടെന്ന് വയ്ക്കാൽ. ഇവിടെ പൂഞ്ഞാർ കോളേജിൽ പോകാൻ പറ്റുന്ന പിള്ളേർ, ആമ്പിള്ളേരും പെമ്പിള്ളേരായാലും ഇവിടെ വന്ന് വീണ് കാല് ഒടിഞ്ഞ് പലരെയും പോയിട്ടുണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മളിതിൽ യാത്ര ചെയ്യുന്നത്. 2016 ഇവിടെ കോടികൾ മുടക്കി ഈ വളവിൻ്റെ 2-3 കെട്ടുകൾ കോൺക്രീറ്റ് ചെയ്ത് അതുകൊണ്ട് പിന്നെ 4 ബസ്സുകൾ 8 ട്രിപ്പോളം ഇതിൽ ഓടിക്കൊണ്ടിരുന്ന എളങ്കാട് ഏന്ത്യാർ പ്രദേശത്തുള്ളവർക്ക് ഏറ്റവും ഷോർട്ട് കട്ടായിട്ട് ഈരാറ്റുപേട്ട പാല എറണാകുളം പോകാൻ പറ്റുന്ന ഒരു റോഡാണിത്. അതായത് അല്ലെങ്കിൽ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി വഴി 40 കിലോമീറ്റർ വളഞ്ഞു വേണം പാലായിലൊക്കെ ചെല്ലാൻ. അത് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമായ റോഡ് ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞിട്ട് ആരും ഇത് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈ നാട്ടിൽ കിടക്കുന്ന പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് ഒരു മാർഗ്ഗവുമില്ല. ആശുപത്രി പോകാനും അതുപോലുള്ള മറ്റു ജീവിത മാർഗ്ഗങ്ങൾ, വ്യാപാര ബിസിനസ് വാണിജ്യ കേന്ദ്രങ്ങളിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. യാതൊരു കാരണവശാലും ജനങ്ങൾ ഇവിടെ ഭയങ്കര ശക്തമായ പ്രതിഷേധത്തിലാണ്. ഈ റോഡ് എത്രയും പെട്ടെന്ന് തീർത്തു തരുവാനുള്ള നടപടികൾ
വേണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഞങ്ങളെല്ലാ അപേക്ഷയിലും പരാതിയായിട്ടൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇത് ആ തൊട്ട് വീട്ടിലെ താഴത്തെ വീട്ടിലേക്ക് നോക്കി, ആ വീട്ടിൽ ആരുമില്ല. ഇവിടെയുള്ള ആൾക്കാരെല്ലാം വിറ്റുപെറുക്കി പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ആളില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. കാട്ടുപന്നിയും കാട്ടുമൃഗങ്ങളെ കൊണ്ട് അത് അങ്ങനെ ഒരു ശല്യം. വഴി പോകാനാണ് യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ. ഇങ്ങനെ ആകെ ദുരിതത്തിലായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഭരണാധികാരികളെ ഞങ്ങളെ ആരെയും അവഗണിക്കുന്നല്ലാതെ ശ്രദ്ധിക്കുകയോ നോക്കുകയോ ചെയ്യുന്നില്ല. ആകെ ദുരിതത്തിലാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങൾ ഇവിടെ പിന്നെ താഴെയാണ് താമസിക്കുന്നത്. 2-1.5 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. ബസ് സൗകര്യവും ഇല്ല, ഓട്ടോ സൗകര്യവും ഇല്ല. മരിച്ചെടുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തൊട്ട് നടന്ന് മടുത്ത് ഇവിടെ വരുന്നത്. വഴിക്ക് വെള്ളം കുടിച്ചോണ്ടാണ് വരുന്നത്. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഈ വഴിക്ക് ആരും ഓട്ടോക്കാർ പോലും വരികയില്ല. അതുപോലെ ഈ റോഡ് പോയി കിടക്കുകയാണ്. ഈ ഭരണസമിതി ഒന്നും 5 വർഷമായിട്ട് ഈ റോഡ് ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതേ അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. ഒരു വണ്ടി വിളിച്ചാൽ പോലും വണ്ടിക്കാർ പോലും ഈ റോഡ് വഴി കയറി വരികയില്ല. കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വിടാൻ പറ്റുന്നുണ്ടോ? സ്കൂളിൽ പിള്ളേരൊക്കെ പോകുന്നത് ഭയങ്കര പാടുപെട്ട. വണ്ടിയൊന്നും കയറി വരാൻ പാടാണ്. നടന്നാൽ നിങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. 5 വർഷമായി ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബസ് ഓടിക്കൊണ്ടിരുന്നതാണ്. ഞാൻ അതെല്ലാം നിന്ന് പോയി റോഡും പോയി പൊട്ടിപ്പൊളിഞ്ഞിട്ടിപ്പം വർഷങ്ങളായിട്ട് ഒരു നടന്നു പോലും പോകാൻ മേലാത്ത ഒരു കണ്ടീഷനാണ്. ഒരു ഓട്ടോറിക്ഷ വരികയില്ല, ഒരു ബൈക്ക് പോലും കയറി പോകത്തില്ല. ഒരു യാത്രാ സൗകര്യമില്ല കിടക്കുവാണ്. ചേട്ടൻ ഇവിടെയാണോ താമസിക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന് ഇപ്പം അവിടെ താമസം മാറി താഴെ ഇടങ്കാടിലാണ് താമസിക്കുന്നത്. എന്താണ് താമസം മാറിയത്? താമസം മാറിയത് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു, പിന്നെ പ്രളയം വന്നു. അപ്പോഴത്തേക്ക് ഇവിടെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് മാറി. യാത്രാ സൗകര്യമില്ല. അതുകൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കുകയാണ്. ഒത്തിരി പേരിങ്ങനെ മാറി താമസിക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ നമ്മുടെ അപ്പുറത്തൊരു പുള്ളിക്കാരനൊക്കെ താഴെ വാടകയ്ക്ക് താമസിക്കുകയാണ്. റോഡ് സൗകര്യം, കുട്ടികളെ സ്കൂളിൽ വിടാനും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്നുമില്ലല്ലോ. പോക്ക് വന്ന് അങ്ങനെയുള്ളവർക്ക് ഒരു കാരണവശാലും പറ്റത്തില്ല. നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 4 വർഷമായി തങ്ങളോട് കടുത്ത അവഗണനയാണ് അധികാരികൾ കാണിക്കുന്നത്. മാത്രമല്ല ടൂറിസം മേഖലയിലേക്കുള്ള പ്രധാന വഴിയായും ഉപയോഗിക്കാവുന്നൊരു റോഡാണ് ഇത്തരത്തിൽ ശോചനീയമായി കിടക്കുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ സർക്കാർ പുനരധിവാസം പൂർണ്ണമായി നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും ഇതുപോലെയുള്ള മേഖലയോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നത് എന്നതിനുള്ള ഒരു തെളിവാണ് ഈ ഏന്തയാറിൽ നിന്നും കൈപ്പള്ളി പൂഞ്ഞാറിലേക്കുള്ള റോഡ്. ഇത് ഇനിയും സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.